അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും റസിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസിപ്പിയായിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഈ ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ ടൈം, അതായത് ഗൾഫ് ഫാമിലീസ് എല്ലാം നാട്ടിൽ വരുന്ന സമയം, അവരുടെ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് ആഘോഷങ്ങൾ, അതായത് കല്യാണം, അങ്ങനെയുള്ള പല ആഘോഷങ്ങളും. കല്യാണമാണ് മെയിൻ. ബന്ധുക്കളുടെ എല്ലാം കല്യാണത്തിൽ ആവശ്യം ആയിരിക്കും അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാ ആഘോഷങ്ങളും, അതായത് പെണ്ണ് കാണൽ, എൻഗേജ്മെൻറ്റ്, പിന്നെ പുയ്യാപ്ല സൽക്കാരം, ഇങ്ങനെ പല ആഘോഷങ്ങളും ആ സമയത്തായിരിക്കും പ്ലാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അന്ന് ആ മാസങ്ങളിൽ ഒരു ആഘോഷം തന്നെയായിരിക്കും നമ്മുടെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ കൂട്ടത്തിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാകും, അതായത് കുടുംബസംഗമത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് പാചക മത്സരം. എല്ലാവരും ആ സമയത്ത് പാചക മത്സരത്തിൽ പങ്കെടുക്കും. തലശ്ശേരി പാചകം പ്രസിദ്ധമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ തലശ്ശേരിയിലെ വനിതകൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അവർ പല പരീക്ഷണങ്ങളും നടത്തും, നല്ല നല്ല പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അതിഥികൾ വന്നാൽ, വിരുന്നുകാർ വന്നാൽ അവരെ സൽക്കരിക്കും, ബന്ധുക്കളെ വീട്ടിൽ കൊടുത്തയക്കും. അങ്ങനെ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര ഒരു ക്രൈസാണ് പാചകത്തിൽ. അവർക്ക് പിന്നെ ഒരു പാചക മത്സരം കൂടി വെച്ചാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവർ എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്ത് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കും, പലഹാരങ്ങളുണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. പിന്നെ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പാചക മത്സരങ്ങളിൽ ജഡ്ജായിട്ട് പോകാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യവും അത് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഒരു ആഘോഷം ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ കയ്യിലുണ്ടാകുന്ന എല്ലാം മിസ്സായിപ്പോയി, കുറേ എല്ലാം മിസ്സായി. വീഡിയോസും ഫോട്ടോസും എല്ലാം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും കാണണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഇതുണ്ടാക്കിയ, വളരെയധികം എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ എല്ലാവർക്കും ആയിരിക്കും അത് കിട്ടുക. കൂട്ടത്തിൽ എനിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ പാചക മത്സരത്തിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പുഡിങ്ങുകൾ, പിന്നെ സ്നാക്സ്, ബിരിയാണി, കറികൾ, ഇങ്ങനെ എല്ലാ ഐറ്റംസും പാചക മത്സരം ഉണ്ടാവും. ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവരും അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഓക്കെ, എന്നപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും കണ്ടോളൂ.